ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ പ്രേം കെ സിവ ഔർ കുച്ച് നെഹിം എന്ന ജസിന്ത കെർക്കറ്റിൻ്റെ ഡയറിയായ ആ ചാപ്റ്ററിലെ ആക്ടിവിറ്റീസാണ് കേട്ടോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഫസ്റ്റ് ആക്ടിവിറ്റി സഹി മിലാൻ കരെ. സഹി മിലാൻ കരെ എന്ന് പറഞ്ഞാൽ ശരിയായത് മാച്ച് ചെയ്യാനാണ്. ഇവിടെ കത്താർ മേം ഘടെ വ്യക്തിക്കോ, ലൈനിൽ നിൽക്കുന്ന വ്യക്തിക്ക് ഫോട്ടോ കോപ്പി ലേനേക്ക പൈസ, ഫോട്ടോ കോപ്പി എടുക്കാനുള്ള പൈസ ചായക്ക് ദുക്കാൻ വാലേനെ, ചായക്കടക്കാരൻ അസ്പത്താൽ കെ ഭീത്തർ ഔർ ബാഹർ കി, ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലും പുറത്തും. നെക്സ്റ്റ് ഈ സൈഡിൽ ബഹൻ കെ പാസ് നെഹീംദ, സഹോദരിയുടെ അടുത്തില്ലായിരുന്നു. 20 രൂപയെ ചാഹിയേതേ, 20 രൂപ വേണമായിരുന്നു. ദുനിയ അലഗ് തി, ലോകം വ്യത്യസ്തമായിരുന്നു. മുജ്സെ പൈസ ന മാങ്കാത, എന്നോട് പൈസ ചോദിച്ചില്ലായിരുന്നു, ആവശ്യപ്പെട്ടില്ലായിരുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം കത്താർ മേഘടെ വ്യക്തിക്കോ, ലൈനിൽ നിൽക്കുന്ന വ്യക്തിക്ക് 20 രൂപയെ ചാഹിയേതേ, 20 രൂപ വേണമായിരുന്നു. നെക്സ്റ്റ് ഫോട്ടോ കോപ്പി ലേനേക്ക പൈസ, ഫോട്ടോ കോപ്പി എടുക്കാനുള്ള പൈസ ബഹൻ കെ പാസ് നെഹീംദ, സഹോദരിയുടെ അടുത്ത് ഇല്ലായിരുന്നു. നെക്സ്റ്റ് ചായ് കെ ദുക്കാൻ വാലേനെ, ചായക്കടക്കാരൻ മുജ്സെ പൈസ ന മാങ്കാത, എന്നോട് പൈസ ചോദിച്ചിട്ടില്ലായിരുന്നു. നെക്സ്റ്റ് അസ്പത്താൽ കെ ഭീത്തർ ഔർ ബാഹർ കി, ഹോസ്പിറ്റലിൻ്റെ പുറത്തും അകത്തുമുള്ള ദുനിയാക്കി അലഗ് ദി, ലോകം വ്യത്യസ്തമായിരുന്നു. ഓക്കെ, ഇങ്ങനെയാണ് ഇത് മാച്ച് ചെയ്യേണ്ടത്. ഇതിൻ്റെ കറക്റ്റ് ആൻസർ മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമ്മുടെ നെക്സ്റ്റ് ആക്ടിവിറ്റിയാണ്. ഇവിടെ ഒരു പദസൂര്യൻ ഉണ്ട് അല്ലേ. ഡയറി കെ ആധാർ പർ പൂർത്തീകരെ ഔർ വാക്കിലിക്ക്, ഡയറിയുടെ അടിസ്ഥാനത്തിൽ സെൻറ്റൻസ് പൂർത്തിയാക്കണം. ഇവിടെ ഈ പദസൂര്യൻ പൂർത്തിയാക്കണം, എന്നിട്ട് നമ്മൾ സെൻറ്റൻസ് എഴുതണം. ഓക്കെ, ഇവിടെ സെൻട്രലിൽ പ്രേമിസെ, സ്നേഹം കൊണ്ട്. ഇവിടെ ഗത്തും ഹോത്താഹെ, ഗത്തും ഹോത്താഹെ എന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കുന്നു. താഴെ അങ്കുരിത് ഹോത്തിഹെ, മുളപ്പിക്കുന്നു. ഇത്രയും കാര്യം കൊടുത്തിട്ടുണ്ട്. ഇനി സ്നേഹം കൊണ്ട് അവസാനിപ്പിക്കുന്ന കാര്യങ്ങൾ ഈ 3 സൈഡിലും എഴുതണം. സ്നേഹം കൊണ്ട് മുള പൊട്ടുന്ന, അതായത് സ്നേഹം കൊണ്ട് ഉണ്ടാകുന്ന കാര്യങ്ങൾ ഇവിടെ എഴുതണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ അവിശ്വാസം ഉണ്ട് അല്ലേ. സ്നേഹം കൊണ്ട് അവസാനിക്കുന്ന കാര്യങ്ങൾ, സ്നേഹം കൊണ്ട് അവസാനിപ്പിക്കുന്ന കാര്യങ്ങൾ അവിശ്വാസം, നമുക്ക് സ്നേഹം കൊണ്ട് അവിശ്വാസം അവസാനിപ്പിക്കാം. പിന്നെ നമുക്കിവിടെ ലാലജ് അല്ലേ, അത്യാഗ്രഹം, സ്നേഹം കൊണ്ട് നമുക്ക് അത്യാഗ്രഹം അവസാനിപ്പിക്കാം. നമുക്ക് ഹിംസ, അക്രമം, സ്നേഹം കൊണ്ട് അക്രമം അവസാനിപ്പിക്കുക. അത് 3 കാര്യം എഴുതാം. നെക്സ്റ്റ് ഇവിടെ പ്രേംസെ, അങ്കുരിത് ഹോത്തിയ, സ്നേഹം കൊണ്ട് മുളപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഒന്ന് നമുക്ക് ദയ അല്ലേ, സ്നേഹം കൊണ്ട് ദയ ഉണ്ടാക്കാം. പിന്നെ ഇൻസാനിയത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സഹാനുഭൂതി അല്ലേ, സമാനുഭൂതി, നമുക്ക് അതും എഴുതാം. ഓക്കെ, അപ്പോൾ മിസ് അത് സെൻറ്റൻസ് ആക്കിയത് വായിച്ചു തരാം. പ്രേം സെ ഇൻസാനിയത്ത് അങ്കുരിത് ഹോത്തി ഹെ, സ്നേഹം കൊണ്ട് മനുഷ്യത്വം മുളപ്പിക്കുന്നു. പ്രേം സെ അവിശ്വാസ് ഗത്തും ഹോത്താ ഹെ, സ്നേഹം കൊണ്ട് അവിശ്വാസം അവസാനിപ്പിക്കുന്നു. പ്രേം സെ ദയ അങ്കുരിത് ഹോത്തി ഹെ, സ്നേഹം കൊണ്ട് ദയ മുളപ്പിക്കുന്നു. പ്രേം സെ ഹിംസ ഗത്തും ഹോത്തി ഹെ, സ്നേഹം കൊണ്ട് ഹിംസ അവസാനിപ്പിക്കുന്നു. പ്രേം സെ സമാനുഭൂതി അങ്കുരിത് ഹോത്തി ഹെ, സ്നേഹം കൊണ്ട് സഹാനുഭൂതി മുളപ്പിക്കുന്നു. പ്രേം സെ ലാലച്ച് ഗത്തും ഹോത്താ ഹെ, സ്നേഹം കൊണ്ട് അത്യാഗ്രഹം അവസാനിപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് സ്നേഹം കൊണ്ട് അവസാനിക്കുന്ന കാര്യങ്ങളും സ്നേഹം കൊണ്ട് മുളപ്പിക്കുന്ന കാര്യങ്ങളുമാണ് കേട്ടോ ഈ ഒരു പദസൂര്യനിൽ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മുടെ ആക്ടിവിറ്റിയാണ് ഡയറി മേ ഇൻസാനിയത്ത് കാ പ്രഭാവ് സ്പഷ്ട് കർണേ വാലെ പ്രസംഗ് കോൺ സേ ഹൈ ഡൂണ്ട് കർ ലിഖിए. ഡയറിയിൽ മനുഷ്യത്വത്തിൻ്റെ സ്വാധീനം വ്യക്തമാക്കുന്ന സംഭവങ്ങൾ ഏതെല്ലാം എന്ന് കണ്ടെത്തിയിട്ട് എഴുതാനാണ്. ഓക്കെ, ഇപ്പം നമ്മുടെ ചാപ്റ്ററിൽ നടന്ന 3 സംഭവങ്ങളും മനുഷ്യത്വത്തിൻ്റെ സ്വാധീനം വ്യക്തമാക്കുന്ന സംഭവമാണ് അല്ലേ. പഹലെ പ്രസംഗമേ, ആദ്യത്തെ സംഭവത്തിൽ ലേഖികാനെ 20 രൂപയെ ന ഹോനെ കി വജഹ സെ अस्पताल की कतार में असहाय गड़े रहे आदमी की मदद की.
ഫസ്റ്റത്തെ സംഭവം ലേഖിക 20 രൂപ ഇല്ലാത്തത് കൊണ്ട് ഒരു 20 രൂപ ഇല്ലാതെ കുടുങ്ങി നിൽക്കുന്ന ഒരാൾക്ക് ഹോസ്പിറ്റൽ വരിയിൽ നിൽക്കുന്ന ഒരു നിസ്സഹായനായ വ്യക്തിക്ക് 20 രൂപ കൊടുത്തിട്ട് സഹായിക്കുകയാണ്. दूसरे प्रसंग में लेखिका की बहन को अपनी नन्ही बच्ची को गोद में लिए फोटोकॉपी लेने का दुकान जाना पड़ा, लेकिन पैसे 14 तल्ले में छूट गए थे. दुकानदार पैसे के बिना फोटोकॉपी लेने को तैयार नहीं था. तब पास खड़े एक लड़के ने उसे उसकी फोटोकॉपी के भी पैसे जमा कर दिए. രണ്ടാമത്തെ സംഭവം, ലേഖികൻ്റെ സഹോദരി തൻ്റെ ചെറിയ കുട്ടീനെ എടുത്തിട്ട് ഫോട്ടോ കോപ്പി എടുക്കാൻ വേണ്ടിയിട്ട് കടയിൽ നിൽക്കുകയായിരുന്നു. പക്ഷേ അവളുടെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു. പൈസ 4-ാം നിലയിൽ ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കടക്കാരൻ പൈസ ഇല്ലാതെ ഫോട്ടോ കോപ്പി കൊടുക്കാൻ തയ്യാറായില്ല. അപ്പോഴാണ് അടുത്ത് നിൽക്കുന്ന ഒരു ആൺകുട്ടി അവളുടെ ഫോട്ടോ കോപ്പിൻ്റെ പൈസയും കൊടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് तीसरे प्रसंग में अस्पताल का चाय वाला लेखिका ने स्नेहिल बातचीत करता है. छोटे कप में चाय मांगने पर भी वह उसे बड़े कप में चाय देता है. बहुत जिद करने के बाद भी चाय वाला चाय का पैसा स्वीकार करने को तैयार नहीं हुआ. ഓക്കെ, മൂന്നാമത്തെ സംഭവം, ഹോസ്പിറ്റലിൻ്റെ പുറത്ത് നമ്മുടെ ലേഖിക ചായക്കടക്കാരനായിട്ട് നല്ല സ്നേഹത്തോടെ പെരുമാറുന്നു. അങ്ങനെ ചെറിയ കപ്പിൽ ചായ ആവശ്യപ്പെട്ടിട്ടും വലിയ കപ്പിൽ ചായ നൽകുന്നു. എത്ര നിർബന്ധിച്ചിട്ടും ചായക്കടക്കാരൻ അതിനുള്ള പൈസ സ്വീകരിക്കാൻ തയ്യാറായില്ല. ഓക്കെ, डायरी में वर्णित इन तीनों प्रसंगों में इंसानियत का प्रभाव हम स्पष्ट रूप से देख सकते हैं. നമ്മുടെ ഡയറിയിൽ ഡിസ്കസ് ചെയ്ത വർണ്ണിച്ച 3 സംഭവങ്ങളിലും നമുക്ക് മനുഷ്യത്വത്തിൻ്റെ ഒരു സ്വാധീനം വ്യക്തമാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡയറിയിൽ പറഞ്ഞ 3 സംഭവങ്ങളും മനുഷ്യത്വത്തിൻ്റെ സ്വാധീനം വ്യക്തമാക്കുന്ന സംഭവങ്ങളാണ് കേട്ടോ. ഓക്കെ, ഇനി നമ്മുടെ നെക്സ്റ്റ് ആക്ടിവിറ്റിയാണ് ഹമേ ദൂസരോം സേ സ്നേഹിൽ വ്യവഹാർ കർണാ ഹേ. നമ്മൾ മറ്റുള്ളവരോട് സ്നേഹത്തോടെ പെരുമാറണം. ഈ വിഷയ പർ ഏക് ലഘു ലേഖിലിക്ക്. ഈ വിഷയത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ലഘു ലേഖനം എഴുതണം. നമ്മൾ മറ്റുള്ളവരോട് സ്നേഹത്തോടെ പെരുമാറണം എന്ന വിഷയത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ലഘു ലേഖനം എഴുതണം. ഓക്കെ, അപ്പോൾ നമ്മൾ ലഘുലേഖനം എഴുതുമ്പോൾ നമ്മൾ ആദ്യം ഹെഡിങ് എഴുതണം അല്ലേ? ഫസ്റ്റ് നമ്മൾ ഹെഡിങ് എഴുതുക, സ്നേഹിൽ വ്യവഹാർ, സ്നേഹപൂർവമായ പെരുമാറ്റം. അങ്ങനെ ഒരു ഹെഡിങ് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതണം അല്ലേ? സ്നേഹ കിസി വ്യക്തി യാ ജീവ് കെ പ്രതി പസന്ത് കി ഭാവന ഹെ. സ്നേഹം എന്നത് ഒരു വ്യക്തിയോടോ അസ്തിത്വത്തോടോ ഉള്ള ഇഷ്ടമാണ്. ഒരു വ്യക്തിയോടോ ഒരു ജീവിയോടൊക്കെ ഉള്ള ഇഷ്ടമാണ്. വഹ് മൈത്രി യാ സദ്ഭാവന കെ ബി പരേ കി ഭാവന ഹെ. അത് സൗഹൃദത്തിനോ സുമനസ്സുകൾക്കോ അപ്പുറമാണ്. വ്യക്തി കെ മൻ മേ കിസി കെ പ്രതി സ്നേഹ ഹെ തോ ഉസ്സേ മാത്ര സത് വ്യവഹാർ കരേക. ഒരാളോട് സ്നേഹം ഉണ്ടെങ്കിൽ അവന് അവരോട് ദയയോടെ മാത്രമേ പെരുമാറും. വിഷം പരിസ്ഥിതിയോമേം പടേ വ്യക്തി സേ സ്നേഹപൂർവ്വ വ്യവഹാർ കർണാ ഹി ഇൻസാനിയത്ത് ഹേ. ദുഷ്കരമായ സാഹചര്യങ്ങളിൽ ഒരു വ്യക്തിയോട് ദയയോടെ പെരുമാറുന്നതാണ് മനുഷ്യത്വം. ഏക് സാമാജിക് പ്രാണി ഹോനെ കെ നാത്തെ മനുഷ്യ കോ അപ്നെ സഹജീവോം സേ ഹമേഷ സ്നേഹിൽ വ്യവഹാർ കർണാ ഹേ. ഒരു സാമൂഹിക ജീവി എന്ന നിലയിൽ മനുഷ്യൻ തൻ്റെ സഹജീവികളോട് എപ്പോഴും സ്നേഹത്തോടെ പെരുമാറണം. സ്നേഹിൽ വ്യവഹാർ സേ ഹം ലാലച്ച് അവിശ്വാസ് ഔർ ഹിംസ കോ മീട്ടാ സക്തേ ഹേ. സ്നേഹത്തോടെയുള്ള പെരുമാറ്റം കൊണ്ട് നമുക്ക് അത്യാഗ്രഹം, അവിശ്വാസം, അക്രമം ഇതെല്ലാം നമുക്ക് ഇല്ലാതാക്കാം. इससे दया, സമാനുഭൂതി, വിശ്വാസ് ആദി അങ്കുരിത് ഹോത്തെ ഹെ. ഇതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അനുകമ്പ, സഹാനുഭൂതി, വിശ്വാസം മുതലായവ മുളപ്പിക്കുന്നു. പ്രേം കി വജഹ് സേ ഹി യഹ് ധർത്തി ബച്ചി ഹുയി ഹെ. സ്നേഹം കൊണ്ടാണ് ഈ ഭൂമി നിലനിൽക്കുന്നത്. യഹ് സബ് സേ താക്കത്ത് വർ മൂല്യ ഹെ. ഇതാണ് സ്നേഹം. എന്താണ് ഇത്? ഏറ്റവും ശക്തമായ മൂല്യമാണ്. ഓക്കെ, അപ്പം നമ്മുടെ സ്നേഹത്തോടെയുള്ള പെരുമാറ്റം എന്ന വിഷയത്തിൽ എഴുതിയിട്ടുള്ള ഒരു ലഘു ലേഖനമാണ് കേട്ടോ. ഓക്കെ, ഇനി നമ്മുടെ ലാസ്റ്റ് ആക്ടിവിറ്റി ഇൻ വാക്യോം പർ ധ്യാൻ ദേം ചർച്ച കരേം ഔർ രേഖാങ്കിത് ശബ്ദ കി വിശേഷത പഹചാനെ.
ഈ വാക്കുകളൊക്കെ ശ്രദ്ധിക്കുക. എന്നിട്ട് ചർച്ച ചെയ്തിട്ട് അണ്ടർലൈൻ ചെയ്ത വാക്കുകൾ അതിൻ്റെ വിശേഷത എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ, തിരിച്ചറിയാനാണ്. ആദ്മി ഫോൺ ലഗാനെ ലഗ, ആ മനുഷ്യന് ഫോൺ വിളിക്കാൻ തുടങ്ങി. ബഹൻ റിപ്പോർട്ട് ലേക്കർ ജാനെ ലഗി, സഹോദരി റിപ്പോർട്ട് എടുത്തിട്ട് പോകാൻ തുടങ്ങി. ലോക് ചില്ലാനെ ലഗെ, ആളുകൾ നിലവിളിക്കാൻ തുടങ്ങി. ലഡ്കിയാം ഖേൽനെ ലഗി, പെൺകുട്ടികൾ കളിക്കാൻ തുടങ്ങി. ഓക്കെ, ഇതൊരു ഗ്രാമർ പോർഷനാണ്. ഇവിടെ ആത്മി ഒരു ആണായതുകൊണ്ട് നമ്മൾ ലാസ്റ്റ് ലഘ എന്ന് യൂസ് ചെയ്തു. ആത്മി ആണായതുകൊണ്ട് ലഘ എന്ന് യൂസ് ചെയ്തു. ബഹൻ സഹോദരി പെണ്ണായതുകൊണ്ട് നമ്മൾ ലാസ്റ്റ് ലഘി എന്ന് യൂസ് ചെയ്തു. പിന്നെ ലോഗ് അല്ലേ, കുറേ ആളുകളാണ്, അപ്പോൾ നമ്മൾ ലഘ എന്ന് പറഞ്ഞു. പിന്നെ ലഡ്കിയ കുറേ പെൺകുട്ടികളായതുകൊണ്ട് നമ്മൾ ലഗീം എന്ന് പറഞ്ഞു. ഓക്കെ, ലഘ, ലഗി, ലഗെ, ലഗീം. ഒരാളാണെങ്കിൽ ലഘ, ഒരു പെണ്ണാണെങ്കിൽ ലഗി, കുറേ ആണുങ്ങളാണെങ്കിൽ ലഘെ, കുറേ പെണ്ണുങ്ങളാണെങ്കിൽ ലഗി. ഓക്കെ, അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസാണ് ഈ ചാപ്റ്ററിലുള്ളത്. ഓക്കെ, ബൈ.